എന്തായാലും ഇവിടെ നിൽക്കാം. ഋതു വരുമ്പോ വിളിക്കുമല്ലോ. പെട്ടെന്ന് വന്നോ. എന്നോട് ഈ വഞ്ചനകളൊക്കെ കാട്ടിയിട്ടും എങ്ങനെയാ അവൾക്ക് എന്റെ മുഖത്ത് നോക്കാൻ കഴിയുന്നത്? ഞാൻ എത്രയേറെ സ്നേഹിച്ചിട്ടും ഈ പ്രതാപേട്ടൻ എന്താ എന്നെ ഇങ്ങനെ അവിശ്വസിക്കുന്നത്? നളൻ ഇവിടെ, ദമയന്തി അവിടെ, കാർക്കോടൊക്കെ വേഷം കെട്ടി ഞാൻ താണ്ടേ ഇവിടെ. ഹോ, അവിടെ ഇവിടെയും രണ്ടും എരിപ്പൊരു സഞ്ചാരത്തിൽ പുകയാ. മോനെ പ്രതാപ, നീ എന്തിനാടാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ചിലതൊക്കെ കണ്ടില്ലാന്നും കേട്ടില്ലാന്നും വെച്ചേക്കണം. അങ്ങനെ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും വെച്ച് എങ്ങോട്ട് ഓടി വിളിക്കാനൊന്നും പറ്റില്ല ചേച്ചി. ഇതൊക്കെ എന്റെ മനസ്സിന്റെ പ്രശ്നമല്ലേ. നീ ഒരു കാര്യം ചെയ്, ഇങ്ങനെ മുറിയിൽ തന്നെ അടയിരിക്കാതെ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങ. എടാ, 4 ആളുകളെ കാണ്. അപ്പോ മനസ്സിന്റെ വിഷമമൊക്കെ അങ്ങ് മാറും. എടാ, നീ എത്ര വലിയ ജനകീയനായിരുന്നു, എത്ര വലിയ ജനകീയ നേതാവായിരുന്നു. കൂടെ ഒരു ജനക്കൂട്ടം ഇല്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റുമായിരുന്നോ? അതൊക്കെ ശരിയാ ചേച്ചി. ആ CM ഉൾപ്പെടെ പറഞ്ഞതൊക്കെ ചേച്ചിയും കേട്ടല്ലേ? പിന്നെ CM, അയാളോടൊന്ന് പോവാൻ പറ. ചേച്ചി, CM ഉൾപ്പെടെ എന്നെ കുറ്റപ്പെടുത്തല്ലേ ചേച്ചി? ഞാൻ നട്ടലില്ലാത്തവൻ, ഭാര്യയെ സംശയിക്കുന്നവൻ, കൊള്ളരുതാത്തവൻ. പറയുന്നവര് പറയട്ടേടാ. അതെ, 1000 കുടങ്ങളുടെ വായ മൂടിക്കെട്ടാം. ഒരു മനുഷ്യന്റെ വായ മൂടിക്കെട്ടാൻ പറ്റുമോ? അവളിവിടെ വന്നിരിക്കുന്നോണ്ടാ എനിക്ക് പുറത്തിറങ്ങാൻ വിഷമം. പ്രശ്നം തീർന്നെന്നായിരിക്കും എല്ലാവരും കരുതുന്നത്. എന്തൊരു നാണക്കേടാ. മറ്റൊരുത്തൻ്റെ കൂടെ അന്തി ഉറങ്ങിയ ഭാര്യയെ ഞാൻ സ്വീകരിച്ചെന്നായിരിക്കും അവരൊക്കെ കരുതിയിരിക്കുക. അടുത്ത ഒരു വേല വയ്ക്കാം, അതേൽക്കും. മോനെ, അവളെ നീ തിരിച്ച് സ്വീകരിച്ചെന്നാണല്ലോ പൊതുജനം കരുതിയിരിക്കുന്നേ. ആ ഒരു നാണക്കേട് മാറ്റാനേ ചേച്ചി ഒരു വഴി പറഞ്ഞുതരാം. ഒരേ ഒരു വഴി അതേ ഉള്ളൂ. എന്താ ചേച്ചി? ഇതിനുള്ള ഏക പരിഹാരം അതാണ്, അത് മാത്രമാണ്. ചേച്ചി കാര്യം എന്താണെന്ന് വെച്ച് പറയാ. ആ പവിത്രേ, അവളെ നീ കല്യാണം കഴിക്കണം. എന്താ, കെട്ടിക്കൂടെ? മോനെ, നിനക്ക് അതിന് മാത്രം പ്രായമൊന്നും ആയിട്ടില്ല. ചേച്ചി എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് എന്റേതായുള്ള വ്യക്തിത്വമല്ലേ. വ്യക്തിത്വവും കല്യാണം തമ്മിൽ എന്താ ബന്ധം? എടാ, ഞാൻ മരിച്ചു കഴിഞ്ഞാ നിനക്ക് നാഴി വെള്ളം തരാൻ ഈ ഭൂമിയിൽ ആരുണ്ട്? അതൊന്നും ശരിയാവില്ല ചേച്ചി. എന്നാ വേണ്ട, ശരിക്കും നീ അവളെ കല്യാണം കഴിക്കണ്ട. പുറം ലോകത്ത് അറിയിക്കാൻ ഒരു നാടകം എന്ന നിലയ്ക്ക് നീ ആ പവിത്രയൊന്ന് കല്യാണം കഴിക്കണം. എടാ, നാടകം മാത്രം. അതറിയുന്ന ആ നിമിഷം പത്മ ഇവിടുന്ന് സ്ഥലം വിടും. പിന്നെ ഈ പരിസരത്ത് പോലും അവള് വരില്ല. ശരിയാവില്ല ചേച്ചി. നീയൊന്ന് ആലോചിക്കേ. രാജു, ഋതു എവിടെയായി? ഞാൻ വന്നോണ്ടിരിക്കുക. ഇപ്പൊ അമ്പലത്തിനടുത്തെത്തും. ഞാനിവിടെ അമ്പലത്തിലുണ്ട്.
ഞാൻ ദാ ഇപ്പൊ വരാം. ഈശ്വര, മഴക്കാറ് മാറിയെന്ന് തോന്നുന്നു. ആശ്വാസം. ഒന്ന് വേഗം പോവോ? ശരി മാഡം. ഉയ്യോ, ഈ പട പേടിച്ച് പാലക്കാട് എത്തിയപ്പോ പാലയിൽ നിന്ന് ചുടലേക്ഷി. ഈ മാറണം എന്തിന് ഇവിടെ വന്ന്? ഇനി ഇവിടെ വന്നാൽ ശരിയാവില്ല. മാറി നിൽക്കാം. എന്തായാലും ഇവിടെ നിൽക്കാം. ഋതു വരുമ്പോ വിളിക്കുമല്ലോ. പെട്ടെന്ന് വന്നോ? നീയോ? രാജു എന്താ ഇവിടെ? എന്താ രാജു നിന്ന് പരുങ്ങുന്നേ? ഏയ്, എനിക്ക് പരിങ്ങളൊന്നുമില്ല. നീ എന്താ ഇവിടെ? ഞാനിവിടെ അമ്പലത്തിൽ വന്നതാ. അപ്പൊ രാജു ഇങ്ങോട്ട് വരുന്നത് കണ്ടു. എന്നാ പിന്നെ കണ്ടിട്ട് പോവാന്ന് കരുതി. എന്റെ പൊന്നു നന്ദനെ. ഓ, ആശ്വാസം. എന്നെ ഒന്ന് പൊന്നേന്ന് വിളിച്ചല്ലോ. അയ്യോ, ഞാൻ അങ്ങനെ വിളിച്ചല്ല. നീ കാരണം എന്റെ ലൈഫ് ആകെ തകർന്നു. ഇനി എന്നെ ഉപദ്രവിക്കരുതെന്ന് പറയുക. ആ ഋതിക അങ്ങനെ തെറ്റിദ്ധരിക്കുന്നതിന് ഞാൻ എന്താ ചെയ്യാനാ? ഋതികയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ തെറ്റിദ്ധരിക്കില്ലായിരുന്നു. ദേവി, ഇത് നീ ഇവിടെ നിന്ന് പോ നന്ദനെ. ഞാനെന്തിനു പോണം? ഞാൻ രാജുവിനെ കാണാനല്ലേ വന്നേ. എന്നെ നീ എന്തിനു കാണണം? എന്നെ കാണാൻ എന്റെ ഭാര്യയുണ്ട്. മറ്റാരും കാണുന്നേലേ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. രാജു എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്യുന്നേ? പിന്നെ ഞാൻ എന്തിനാ നിന്നെ സ്വീകരിക്കുന്നത്? ദേ, എനിക്ക് എന്റെ ലൈഫില് എന്റെ ഋതു മതി. മറ്റൊന്നും എനിക്ക് വേണ്ട. അതെന്താ രാജു അങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ ഋതികയെക്കാളും സുന്ദരിയല്ലേ? അതൊന്നും എനിക്കറിയില്ല. എന്റെ കണ്ണിലെ ഈ ലോകത്തെ ഏറ്റവും സുന്ദരി എന്റെ ഋതികയാ. അവളെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ മറ്റാരെ സ്നേഹിക്കുന്നില്ല. പക്ഷേ അവളെ തിരിച്ചു സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ രാജുവിനെ സ്നേഹിക്കുന്നുണ്ട്. എന്റെ നന്ദനെ, എന്റെ ജീവിതത്തിൽ നീ ഇനിയും പ്രശ്നം ഉണ്ടാക്കല്ലേ. ഒരുവിധം എല്ലാം സോൾവ് ആയി വരുവാ. ഋതു എന്നെ കാണാനായിട്ട് ഇവിടേക്ക് വരുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ ഇവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. ദയവ് ചെയ്ത് നീ ഇവിടുന്ന് പോണം. അവളിങ്ങോട്ട് വരുന്നുണ്ടോ? വരുന്നുണ്ട്. പ്ലീസ്, ഇനിയെങ്കിലും ഞങ്ങൾ ഉപദ്രവിക്കരുത്.